സഹോദരാ, ആരാ ഖുർആൻ ഓതുന്നത്? ആരെങ്കിലും ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ ആരാണെന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്. എത്രയോ ഭയാനകമായ ആയത്തുകള് ഖുർആനിലെ, എത്രയോ പേടിപ്പിക്കുന്ന ആയത്തുകള്. മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച് ഭയപ്പെടുത്തുന്ന എത്രയോ ആയത്തുകൾ അവിടെ നിന്ന് ഓതുന്നുണ്ട്. ആരാണ് ചിന്തിക്കുന്നത്? അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ അകത്ത് ഖുർആനാണ് ഓതേണ്ടത്. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകൾ, എത്രയോ ഭയപ്പെടുത്തുന്ന ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മുത്തുനബിയുടെ തലയെടുക്കാൻ പോയ ഉമറല്ലേ, ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോൾ അവിടുത്തെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. എത്രയോ വൃത്തികെട്ടവര്, കള്ളും പെണ്ണുമായി കിടന്നിരുന്ന എത്രയോ പേര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേട്ടപ്പോ, ഒരേ ഒരായത്ത് കേട്ടപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ പഴയകാലം വല്ലാത്ത മോശമായ കാലമാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു കൊള്ളക്കാരുടെ നേതാവാണ്. വല്ലാത്ത ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. താൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്ന ചെറുപ്പക്കാരനാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. എന്ത് ചെയ്തിട്ടും ആ പെണ്ണ് വഴങ്ങുന്നില്ല. അവസാന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആരും കാണാതെ പാതിരാത്രി ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നിട്ട് ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് അവസാനം ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ ശ്രമിക്കുമ്പോ, ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ അതാ വീടിന്റെ പരിസരത്തിരുന്ന് ആരോ ഖുർആൻ ഓതുകയാണ്. വീടിന്റെ പരിസരത്തുള്ള മറ്റൊരു വീടിന്റെ അകത്തിരുന്നൊരു ഉമ്മ അതാ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്ന് കൊണ്ട് ഖുർആൻ ഓതുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. താൻ ആഗ്രഹിച്ച പെണ്ണ് അവളെ കീഴ്പ്പെടുത്തിയിട്ട് അവളെ വ്യഭിചരിക്കാൻ പോകുന്ന സമയത്താണ് ഈ ആയത്ത് കേൾക്കുന്നത്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ? അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലേ? സുന്ദരിയായ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, നിനക്കും മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലേ? റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ? അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി നന്നായെന്ന് ചരിത്രം പറയുമ്പോ എത്രയോ ഭയപ്പെടുത്തുന്ന ആയത്തുകള് ഈ പരിശുദ്ധമായ റമദാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബാ, സ്വർഗ്ഗം തുറന്നിട്ടിരിക്കുകയാണ്. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് മലക്കുകൾ ദുആ ചെയ്ത് കാത്തിരിക്കുകയാണ്. സ്വർഗ്ഗം പോലും നിനക്ക് വേണ്ടി ദുആ ചെയ്ത് കാത്തിരിക്കുമ്പോ സഹാബത്തെ, 4 കാര്യങ്ങൾ നിങ്ങളും തുറന്നു വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സ്വർഗ്ഗം തുറന്നിട്ടിരിക്കുകയാണ്. ഇതുപോലെ റമദാൻ മാസം കടന്നു വരുമ്പോ 4 കാര്യങ്ങൾ നമ്മളും തുറന്നു വെക്കണം. 4 കാര്യങ്ങൾ നമ്മളും തുറന്നു വെക്കണം. ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുവോ? ഖുർആൻ തുറക്കണേ സഹാബാ. ഖുർആൻ തുറക്കേണ്ട മാസമാണ്. ഖുർആൻ ഓതേണ്ട മാസമാണ്. ഖുർആൻ ഓതേണ്ട മാസമാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട്, സഹോദരിമാരോട്, പാഴാക്കി കളയല്ലേ ഉമ്മാ. ഖുർആനിനെ ഇഷ്ടപ്പെടുമ്മാ. റബ്ബ് നിന്നോട്
കരുണ കാണിക്കും ഉമ്മ. നിനക്ക് അല്ലാഹു നല്ല മരണം തരും, നിന്റെ 6 അടി മണ്ണിന്റെ അകത്ത് രക്ഷ തരും, നിന്റെ വലത് കയ്യിൽ കിതാബ് തരും, നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ നിന്റെ നന്മ അല്ലാഹു കൂട്ടിത്തരും, നിനക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള അവസരം അല്ലാഹു തരും. ഈ 5 സ്ഥലങ്ങളിൽ നിനക്ക് രക്ഷപ്പെടണോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓദിക്കോ, ഖുർആനിനെ സ്നേഹിച്ചോ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ചോ, ഖുർആൻ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറായോ? എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം അറിയുമല്ലോ, മൈമൂനത്തുൽ മിസ്രിയായുടെ ചരിത്രം അറിയുമല്ലോ, ദിന്നൂരിൽ മിസ്രിയുടെ ചരിത്രം അറിയുമല്ലോ. എത്രയോ മഹ്ദിമാരുടെ ചരിത്രം കേട്ടവരാണ് ഇവരെല്ലാം. ഖുർആൻ കേട്ട് നന്നായവരല്ലേ? ഇവരൊക്കെ ഖുർആൻ കേട്ട് നന്നായവരല്ലേ? അതുകൊണ്ട് പെങ്ങള് ഒരു ഖത്തമെങ്കിലും ഓതണേ ഉമ്മ, ഒരു ഖത്തമെങ്കിലും ഓതണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെട്ടെന്ന് ഓതിയിരുന്ന ഏത് പള്ളിയിലാണ് തറാവീഹ് പെട്ടെന്ന് തീരുന്നത്? അവിടെ തെരഞ്ഞു പോകുന്ന ചെറുപ്പക്കാരാ, പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമസ്കരിക്കുന്ന സമയത്ത് ഖുർആനിലെ നിനക്കറിയുന്ന ഏറ്റവും വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണേ. റസൂലുള്ള പറയുകയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നമസ്കരിക്കുന്ന സമയത്ത് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. ആരാണോ വലിയ സൂറത്ത് ഓതുന്നത് അവന്റെ അവസാനം, അവന്റെ മരണവേദന അല്ലാഹു കുറച്ചു കൊടുക്കുമെന്നാണ്. അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മഹാനായ ദാരിസ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഐസ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണസമയത്ത് കിടക്കുകയാണ്. അവസാന സമയമെത്തുമ്പോ ഖുർആൻ കയ്യിലെടുത്ത് വെച്ചിട്ട് കരയുകയാ. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് തേങ്ങിക്കൊണ്ട് കരയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ച്, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? പടച്ചവനെ മരിക്കാനുള്ള പേടി കൊണ്ടാണോ? മരണമെടുത്തത് കൊണ്ടാണോ? മഹാനവറുകൾ തന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, മരിക്കാനുള്ള പേടി കൊണ്ടല്ല, 8000 പ്രാവശ്യം ഞാൻ ഈ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്, 8000 ഖത്തം ഞാൻ ഓതിയിട്ടുണ്ട്. ഈ ഖുർആനുമായി പിരിയുന്ന സങ്കടം കൊണ്ടാ. ഈ ഖുർആനുമായിട്ട് 8000 പ്രാവശ്യം 114 അധ്യായങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഓതിയതാണ്. ഈ ഖുർആനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, ആ ബന്ധം പിരിയുകയല്ലേ? ഈ ഖുർആൻ ഓതുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം എനിക്കിന് കിട്ടില്ലല്ലോ, അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, പെങ്ങളെ, ഒരു പ്രാവശ്യമെങ്കിലും നിനക്കൊരു ഖത്തമോദി തീർത്തുകൂടെ? ഉമ്മ, ഒരു പേജ് വെച്ചെങ്കിലും ഓതുമ്മ. നിനക്കറിയില്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും